ആ നെയ്യപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരും. ജിമ്മി ജെയിംസിന്റെ നെയ്യപ്പം ഉറപ്പായിട്ട് തരും. ജിമ്മി ജെയിംസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് അദ്ദേഹം തന്നിരിക്കും. സുജയ്ക്ക് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നെയ്യപ്പ കഥ. പിണറായി പറഞ്ഞു വരികയായിരുന്നു. പിണറായിസത്തിന്റെ ഒരു പ്രത്യേകത, വളരെ പോസിറ്റീവായ ഒരു വാചകമായി ഇത് മാറാനുള്ളൊരു സാധ്യത ഓർക്കുന്നുണ്ടോ? ചായ്വാല എന്ന് പറയുന്ന പ്രസ്താവന തുടങ്ങുന്നത് ANIക്ക് കൊടുക്കുന്ന ഒരു ബൈറ്റിലാണ്. മണിശങ്കർ ഹി ക്യാൻ സെൽ ടീ ഹിയർ, AICC സമ്മേളനം നടക്കുന്നിടത്താണ്. ഹി ക്യാൻ സെൽ ടീ ഹിയർ, ഹി വോണ്ട് വിൻ എന്ന് പറഞ്ഞെടുത്തുന്ന പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ചർച്ച വരുന്നു. ഞാൻ ചായക്കാരനാണെന്ന് പറയുന്നു. ഞാൻ ചായക്കാരനായാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. ചായക്കാരുടെ ഇന്ത്യ മുഴുവനുള്ള പ്രതികരണങ്ങൾ വരുന്നു. മാത്രമല്ല ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? ചായ വിൽക്കാനായിട്ട് കോൺഗ്രസിൽ തന്നെ ആൾക്കാരെ കൊണ്ടതില്ലേ? ചായവാലയായിട്ട് കോൺഗ്രസിൽ നിന്ന് എത്ര പേര് മാറി? അപ്പോൾ ചായ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ ഒരു ചൂട് ചായ ജിമ്മി ജെയിംസിന് നമ്മളിപ്പോൾ ഓഫർ ചെയ്യാണ്. അപ്പോൾ ഒരു ചായ കുടിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ ചായ നമ്മൾ കൊടുക്കും. ആദ്യം നിങ്ങൾ കെട്ടിവെച്ച കാശ് നിലമ്പൂർ ഒന്നും ഒരു വിഷയമല്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി. ഒന്നാമത്തെ കാര്യം ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. കാശ് ചെലവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കാശ് പോകുന്ന ആദ്യം കണക്കാക്കി താല്പര്യമില്ലെന്നേ, അങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ മോശമില്ലെന്ന് പറഞ്ഞ അത് മാത്രമല്ല, മത്സരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും സ്വരാജിന് വോട്ട് മറിച്ചു എന്ന്. രണ്ടുപേരും മത്സരിച്ചല്ലോ, എന്നിട്ട് സ്വരാജ് ജയിക്കുകയാണെങ്കിൽ സ്വരാജിന്റെ കഴിവായിട്ട് അങ്ങനെയെങ്കിലും സമ്മതിക്കുമല്ലോ.